ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാദിലേപ്പിക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്, നമ്മൾ കുറച്ച് മുമ്പ്, അതായത് 2 വീഡിയോസിന് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മളുടെ മീൻകുഴി സെറ്റാക്കുന്ന വീഡിയോ. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു മീനിനൊക്കെ കൊടുന്നതിന് ശേഷം നമ്മളൊരു വീഡിയോ ഇടും ഇൻഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എടുക്കാൻ സാധിച്ചില്ല. സോ നമ്മൾ ഇന്ന് ഒരു വീഡിയോ ഇടാണ്. അതുപോലെ തന്നെ ഇന്നൊരു ഒരു ചെറിയ സംഭവം കൂടി ഉണ്ടായി. എൻ്റെ അനിയത്തിയും അതായത് ആപ്പാൻ്റെ മോനും കൂടിയും നടന്നു വരുന്ന സമയത്ത്, അതായത് കുറുക്കുവഴി ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലൊക്കെ, അവർ പോയി ഒരു സ്ഥലം വരെ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഒരു പൂവ് കണ്ടു. നമ്മുടെ കാട്ടിലൊക്കെ ഇങ്ങനത്തെ അടിപൊളി പൂവുകളുണ്ടെന്ന് ആശ്ചര്യപ്പെടുന്നൊരു ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സോ ആ പൂവ് നിങ്ങളും ഒന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. നല്ല അടിപൊളി, നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ആ പൂവ്. എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുക. അടിപൊളി പൂവാണ്. നമുക്ക് ആ പൂവും കാണണം, അതുപോലെ തന്നെ എൻ്റെ മീൻകുഴിയും സംഭവങ്ങളൊക്കെ കാണണം. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു, തെറ്റിൽ നിന്നും ശരിയിലേക്ക് പറഞ്ഞ ഷോർട്ട് ഫിലിം. അത് എൻ്റെ സ്കൂളിലുള്ള എൻ്റെ ടീച്ചേഴ്സും ക്ലാസ്മേറ്റ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു ഷോർട്ട് ഫിലിമാണ്. സോ അതിന് വൻ വിജയമാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത്. 2K വ്യൂസും 209 ലൈക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല കമൻറ്റ്സ് തന്നെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തുനിന്നും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും ഒക്കെ കിട്ടിയത്. 2K വ്യൂസ്, നല്ല സന്തോഷമായിട്ട് ഞങ്ങളെ സ്കൂള് ടാലൻറ്റ് പബ്ലിക്, താങ്ക്സ് ടു ടാലൻറ്റ് പബ്ലിക്സ് ഫോർ ഗിവിങ് ദിസ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് പെർമിഷൻസും കാര്യങ്ങളൊക്കെ തന്നതിന്. പിന്നെ അവരുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അവർക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും ഒരു താങ്ക്സ് കൂടി പറയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് വിട്ടാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ചെറിയ കാര്യം പരിചയപ്പെടുത്തി തരാം. അതായത് ഗ്രാഫിക് ഡിസൈനറിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ഇപ്പോൾ ആളിവിടെ ഇല്ല. ഒരു ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ ഇതിൻ്റെ താഴെ, അതായത് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതായത് ഒരു ഗ്രാഫിക് ഡിസൈനറാണ്, എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്, ബസ്സം ബഷീർ. അയാം ബസ്സം എന്നാണ് അവൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ID എന്ന് തോന്നുന്നു. ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ലോഗോ അവന് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ലോഗോ. ഓക്കെ, അപ്പോൾ ലോഗോ നിങ്ങൾ കണ്ടല്ലോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ലോഗോ. അതുപോലെ തന്നെ നല്ല ഭാവി ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് അവനൊരു ലോഗോ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ ലോഗോ, അതുപോലെ തന്നെ നിങ്ങളുടെ ഗെയിമിങ്ങിൻ്റെ ലോഗോ, അങ്ങനത്തെ ലോഗോ മാത്രമല്ല അവന് ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് വേണേലും അവൻ ചെയ്തു തരും ഗ്രാഫിക് ഡിസൈനുമായി ബന്ധപ്പെട്ട്. സോ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പൂവ്. ഇത് നടന്നപ്പോ കാട്ടിന് ഇട്ട പൂവാണ്. അപ്പോൾ ഈ പൂവിൻ്റെ അടിയിൽ ഒരു കിഴങ്ങ്, ഇതിങ്ങനെ ഞങ്ങൾ കാട്ടിലൂടെ നടന്നു പോയപ്പോൾ ഇങ്ങനത്തെ ഒരു പൂവ് കണ്ടു. അപ്പോൾ എൻ്റെ ആമ്മ പറഞ്ഞു ഇതെടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അത് പറിച്ചപ്പോഴാണ് അതിൻ്റെ ഇടയിൽ ഒരു കിഴങ്ങ് കണ്ടത്. എന്നിട്ട് ഞങ്ങളങ്ങനെ കുഴിച്ചിട്ടോക്കി. കൊടുന്നപ്പോൾ ഒരു മുട്ടുള്ളായിരുന്നു. അപ്പോൾ അതിൽ പൂ വിരിഞ്ഞു. പിന്നെ ഒരു മുട്ടും കൂടി ഉണ്ടായി, ഒരു പൂവും കൂടിയും വിരിഞ്ഞു. അങ്ങനെ ഇപ്പോൾ തഴുത്ത് വരുന്നുണ്ട്. ഞങ്ങൾക്ക് 2 എണ്ണമാണ് കിട്ടിയത്. ഒന്ന് അപ്പൻ്റെ വീട്ടിലും കുഴിച്ചിട്ടു, ഒന്ന് ഞങ്ങളെ വീട്ടിലും കുഴിച്ചിട്ടു. പിന്നെ ഇതിൻ്റെ കളറ് ഓറഞ്ചാണ് കേട്ടോ. ഇതിന് ഞങ്ങൾ 2 കൂടി പേരിട്ടത് ലില്ലി എന്നാണ്. ലില്ലി ഒന്നുമല്ല, വാട്ടർ ലില്ലി ഉണ്ടാവും, പക്ഷെ ഇത് ഞങ്ങൾ പേരിട്ടത് ഓറഞ്ച് ലില്ലി എന്നാണ് അല്ലേ. എന്തിനാണ് ഈ ഒരു ചെറിയ പൂവിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നത്? നമ്മൾ ഇപ്പോൾ ഇട്ടത്, അതായത് ഞങ്ങളൊരു എക്സ്പീരിയൻസ് പങ്കുവെച്ചു എന്നുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ പലതരം പൂവുകളും നമ്മളുടെ ചുറ്റുവട്ടത്തുണ്ടാവും. നമ്മളാരും അത് തന്നെ, നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ശ്രദ്ധിച്ചാൽ കാണാവുന്ന രീതിയിൽ പല പൂവുകളുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടത്. അടിപൊളി പൂവുകൾ, നമ്മുടെ നാച്ചർ എത്ര വലിയ ഒരു എന്താ പറയുക നമ്മുടെ നാച്ചർ ബ്യൂട്ടിഫുൾ, അതെ ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. സോ ഇനി നമുക്ക് മീൻകുഴിയൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് അന്ന് നമ്മൾ സെറ്റാക്കിയ കുഴി. കുറേ കാലമായിട്ട് അത് സെറ്റാക്കിയിട്ട് അപ്പോൾ നല്ല ചളി ഇച്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിലുള്ള മീൻ എന്താ വെച്ചാൽ കാർപ്പാണ്. ഇതാ നമ്മൾ 9 കാർപ്പിനാണ് അന്ന് ലാസ്റ്റ് വാങ്ങിയത്. പക്ഷെ 2 ചത്തുപോയി. എന്താ അറിയില്ല, ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല.
കാർപ്പ് നമ്മൾ കൊടുന്ന സമയത്ത് ചെറിയ മീനായിരുന്നു, ചെറിയ മീൻ കുട്ടികളായിരുന്നു കൊടുന്നിരുന്നത്. ഇപ്പോൾ നമ്മൾ വലുതായിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. പലതരം കളറിലുള്ള മീനുകളാണ്. ഒരു സംഭവമാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. HB ബ്ലൂ, ഒരു ബ്ലൂ കളർ നല്ല അടിപൊളി മീനാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു മീനാണ് ഇത്. 4 ജോഡി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സാധനമാണ്. നല്ല വാലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് നിറച്ച് കുട്ടികൾ നല്ല പാറ്റിയിട്ടുണ്ട്. നല്ല ഇതിൻ്റെ ഒരു ജോഡി അല്ല 150 രൂപയാണ്. ഞാൻ വിൽക്കുന്നുണ്ട്, വേണ്ടവർ വന്നിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വരിക. നമ്മളുടെ മൈക്ക് നൈസായിട്ടൊന്ന് വെള്ളത്തിൽ വീണിട്ടോ. ഇത് ഞാൻ മണി പ്ലാന്റ് ഉണ്ട്, പിന്നെ അതിൽ പ്ലാറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ മീൻകുഴിയാണ്. ഇതിൻ്റെ സൈഡിൽ നമ്മൾ ചിരട്ട വെച്ചിട്ട്, അത് പലരും ചോദിച്ചൊരു സംഭവമാണ്. ഇതിൽ സൈഡിൽ നമ്മൾ ചിരട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ക്ലോത്തിൽ സിമെൻറ്റ് പിടിപ്പിച്ചിട്ട് വെച്ച് കൊടുത്തതാണ്. അണിങ്ങനെ മുഴ പോലെ ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. നമ്മൾ ലോക്ക്ഡൗൺ കുൽസിത പ്രവർത്തനങ്ങളിൽ പെട്ടതാണിത്. സോ ഇതാണ് നമ്മുടെ പ്ലാറ്റി, മോളി സംഭവങ്ങളൊക്കെ ഉണ്ട്. കാണുന്നില്ല. പ്ലാറ്റി ഇപ്പോൾ ഞങ്ങൾ 4 കൊടുത്തിട്ടുണ്ട്. പ്ലാറ്റി 4 ജോഡി, 2 ജോഡിയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാറ്റി നല്ല ഉണ്ടായിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ മീനിൻ്റെയും പൂവിൻ്റെയൊക്കെ വിശേഷങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഈ പൂവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം നമ്മൾ കാട്ടിൽ നിന്ന് എടുത്തു വിടുന്നൊരു സംഭവം ആയതുകൊണ്ട് തന്നെ. സോ അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയുമായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉപദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരും വീട്ടിൽ സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.